നമസ്കാരം, ഞാൻ KGR പിള്ള. ഞാനിന്ന് ഒരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഇറങ്ങിയാണ്. ഇന്ന് രാമായണ മാസം 2-ാം ദിവസമാണിത്. എന്നോടൊപ്പം ഇന്നൊരു അതിഥിയുണ്ട്. ഞാൻ അഭിനയിച്ച യമഹ എന്ന സിനിമയിലെ ഡയറക്ടർ മധുജി കമലം. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. സ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമ്രാണ സന്നിധക്സേ സതതമപി പുരസ്തൈരനഭ്യ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ് സത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ. തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ ശ്രീകൃതോ ശ്രീമയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സംഗവാർത്ത തത്വാധാകാരവാക്യൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാത്രയോസി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ പാണ്ഡവരായ ദേവീക്ഷേത്രം. ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത്, ഈ പാണ്ഡവന്മാർ അജ്ഞാതവാസം ചെയ്ത സമയത്ത് ഇവിടെ മുഴുക്ക വനമായിരുന്നു. അന്ന് കുന്തിദേവിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രമെന്നാണ് ഇതിൻ്റെ സങ്കല്പം. അന്ന് നേദ്യത്തിന് പ്രത്യേകിച്ച് സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കദളി വാഴകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ കദളിപ്പഴം പറിച്ച് കുന്തിദേവി ഇവിടെ നേദ്യം നടത്തി. അതാണ് ഇപ്പോഴും കദളിപ്പഴം ഇവിടുത്തെ ഒരു പ്രധാന നിവേദ്യമാണത്. പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് കുംഭത്തിലെ പൂയവും ആറാട്ട് കുംഭത്തിലെ പൂരത്തിനുമാണ്. പൂരം ആറാട്ട് പ്രധാന ഇത്. അതാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിൽപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്.